ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിവാൻ കെയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എണ്ണയെ പറ്റിയാണ്. അതായത് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സ്കിൻ അലർജീസ് മാറ്റാനായിട്ട് സ്കിന്നിനെ സ്മൂത്തും സോഫ്റ്റും ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓയിലിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കാണുന്നതിന് മുന്നേ നിങ്ങൾ ഓയിൽ കണ്ടല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ പുതിയ വിസിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു ലൈക്ക് കൂടെ ഒക്കെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് റിവ്യൂയിലേക്ക് നോക്കാം. ഈ ഒരു എണ്ണയുടെ പേരെന്ന് പറയുന്നത് ബലാശ്വഗന്ധാദി എണ്ണ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കോട്ടക്കലിൻ്റെ ആണ്. കോട്ടക്കലിൻ്റെ ഷോറൂമുകളിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 200 മില്ലിയാണ്. 200 മില്ലി 3 ഇയേഴ്സോളം ഇതിന് എക്സ്പയറി ഉണ്ട്. അപ്പോൾ 170 രൂപയാണ് ഈ 200 മില്ലിക്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ എണ്ണ സാധനങ്ങളൊക്കെ കോട്ടക്കലിൻ്റെയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളും ഞാൻ ഈ കാണിച്ച ബോട്ടിൽ തന്നെ മാക്സിമം വാങ്ങിക്കാൻ നോക്കുക. ഇനി നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ ടെക്സ്ചർ എന്താണെന്നൊക്കെ നോക്കാം. ഇതുണ്ടോ, നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ലോ മോഷനിൽ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കാണണം, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഓയിലിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറാണ്. കണ്ടോ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നന്നായിട്ട്. ഒരു നല്ലെണ്ണയുടെ ഒക്കെ ഒരു കളറാണ് ഈ ഒരു എണ്ണയ്ക്ക്. അപ്പോൾ സ്മെല്ല് വരുന്നതും ഒരു നല്ലെണ്ണയോടുമായിട്ട് ഒരു ചെറിയൊരു സിമിലാരിറ്റി ഉള്ള ഒരു സ്മെല്ല് തന്നെയാണ് വരുന്നത്. ശരിക്കും നമുക്ക് ഇത് മുഖത്തും ദേഹത്തും കയ്യിലും കാലിലും ഒക്കെ തേക്കാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എണ്ണ കണ്ടല്ലോ എല്ലാവർക്കും, നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ്. അപ്പം സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും ഡാർക്കായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും പ്യുവറായിട്ട് ഫെയർനെസ് ആകാനായിട്ട് പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വൈറ്റനിങ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്കിന്നിന് ഒരുപാട് മാറ്റം വരുത്താൻ സാധിക്കും. അതായത് നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ ഈ ഒരു ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ദേഹത്തും കൈകാലുകളും ഒക്കെ. അപ്പോൾ ഇത് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ കളർ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ഒരു 1-2 ഷെയ്ഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യും നമ്മൾ കുറേ നാൾ യൂസ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണയല്ല, അല്ലാതെ ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്തത് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല, കറക്റ്റായിട്ട് റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യുക. എന്നും യൂസ് ചെയ്തുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെയെന്ന് വെച്ചാൽ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒന്നും കൂടി ഗുണം കിട്ടത്തേ ഉള്ളൂ. നമ്മുടെ സ്കിന്നിൽ ഈ വലിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, ആ വലിച്ചിലൊക്കെ നന്നായിട്ട് കുറയും. പിന്നെ മുരി ഉണ്ടാവുന്നത് മാറും. പിന്നെ റിങ്കിൾസ്, ഈ ഒരു 25 ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആൻറ്റി ഏജിങ് ക്രീമുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓയിലുകളൊക്കെ എന്തായാലും ഉപയോഗിക്കണം. പിന്നെ ഡെലിവറി ആകാനിരിക്കുന്നവർ, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള എല്ലാവരും ഇത്തരം ഏതെങ്കിലും ഓയിലുകളൊക്കെ ഉപയോഗിക്കുന്നത് കരിവാളിപ്പ് മാറ്റാനായിട്ട്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട്, സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ, റിങ്കിൾസ് മാറ്റാൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും നെയിമുകളൊക്കെ വളരെ ചെറിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അശ്വഗന്ധ, പിന്നെ നമ്മുടെ ലിക്കോറൈസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് സയൻറ്റിഫിക് നെയിം ആയിട്ടാണ് ഇതിൽ കൂടുതലും കൊടുത്തിരിക്കുന്നത്. ഒഫീഷ്യൽ നെയിമും ബൊട്ടാണിക്കൽ നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ കോട്ടക്കലിൻ്റെ തന്നെ എല്ലാ സയൻറ്റിഫിക് നെയിമൊന്നും എനിക്ക് അല്ലാതെ പറഞ്ഞു തരാനൊന്നും അറിയില്ല. പക്ഷേ ഞാനിത് കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നമ്മൾ സാധാരണ ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കില്ലേ, അങ്ങനത്തെ സാധാരണ ആ ഐറ്റംസൊക്കെ തന്നെയാണ് ഇതിലൊക്കെ കൂടുതലും ഈ എണ്ണയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അശ്വഗന്ധ, മഞ്ചിഷ്ട, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരിക്കലും ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാവില്ല, ഗുണങ്ങളേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് മടിയാണെന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം സ്കിന്നൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഒപ്പി കളഞ്ഞതിന് ശേഷം ഡ്രൈ സ്കിന്നിൽ കാലിലും കയ്യിലും ഒക്കെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാം.
അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ കുഴപ്പമൊന്നുമില്ല. ബെഡിൽ കുറച്ച് സ്മെല്ലൊക്കെ ആകുന്നേ ഉള്ളൂ, പക്ഷേ ഇത് ആയുർവേദിക്കായിട്ടുള്ള കാര്യമല്ലേ, കുഴപ്പമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു ഓയിൽ ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ ഒരു സ്മെല്ല് അങ്ങനത്തെയാണ്, ഇച്ചിരി ഒന്ന് എടുത്തറിയും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ നിങ്ങൾ വല്ല ബോഡി ലോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. രാത്രി കിടക്കുമ്പോഴൊക്കെ തേച്ചിട്ട് കിടക്കുകയാണെങ്കിൽ 100% ഗ്യാരണ്ടീഡാണ് റിങ്കിൾസ് മാറും. കാലിലൊക്കെ ഇങ്ങനെ ചെറിയ റിങ്കിൾസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, വലിച്ചിൽ ചെറിയ ചുളിവുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ എന്തായാലും മാർക്കിട്ട്. നിങ്ങൾ ആ കാര്യത്തിൽ ഒരു ഡൗട്ടേ അടിക്കേണ്ട, നല്ല ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 170 രൂപയേ ഉള്ളൂ. 200 മില്ലിയാണ്. ഒരുപാട് നാളേക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് കാണും. അപ്പോൾ ടെക്സ്ചർ കണ്ടല്ലോ, ബ്രൗൺ കളറാണ്. ഈ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നതിന് വേണ്ടി തന്നെയാണ് ഞാനിങ്ങനെ ശരിക്കും നല്ലൊരു സൺലൈറ്റിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടെങ്കിൽ ഇതാ ഈ ഒരു രീതിയിൽ വരും. നല്ല ഓയിലിയാണ്, വലിച്ചിലൊക്കെ മാറ്റും. ഈ ഒരു വിൻ്റർ സീസണിൽ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഓയിൽ തന്നെയായിരിക്കും ഇത്. അപ്പോൾ വേറെ കുറേ ഓയിലും കൂടി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് എന്നിട്ട് ആ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഏത് വേണമെന്നും എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ ഒരു ഓയിലിൻ്റെ കാര്യത്തിൽ നല്ലതാണ്. പിന്നെ ഈ ഒരു ബാലാശഗന്ധാദി തൈലം എന്നും കൂടി പറയാറുണ്ട്. അതായത് കൊച്ചു കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവരുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ്, അവർക്ക് ഈ ചൊറിച്ചിൽ, പിന്നെ ഈ ചൊറിച്ചിൽ വന്ന പാടുകളൊക്കെ, കറുത്ത പാടുകളൊക്കെ അവരുടെ സ്കിന്നിൽ നിന്ന് പെട്ടെന്ന് പോകത്തില്ല കൊച്ചു കുട്ടികളുടെയൊക്കെ. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കും ഈ ഒരു എണ്ണ നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീരെ കുഞ്ഞു കൊച്ചുകൾക്കല്ല കേട്ടോ. ഇപ്പോൾ 2 വയസ്സ് ആയിട്ടുള്ള ഒരു ഏജൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കിൻ ടെക്സ്ചർ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഇത് തേച്ചിട്ട് കുറേ നേരം മസാജ് ചെയ്ത് കൊടുക്കുക. ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്നത് വഴി കളറിൽ ടെക്സ്ചറിൽ കുറേ മാറ്റങ്ങൾ വരും. പിന്നെയെന്ന് വെച്ചാൽ അലർജി കാര്യങ്ങളെല്ലാം ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അലർജീസ് മാറും. ചെറിയൊരു മുരി പോലെയുള്ളത്, റിങ്കിൾസ് പോലെയൊക്കെ കുഞ്ഞി പിള്ളേരുടെ ശരീരത്തിൽ വരുമല്ലോ ഈ ഒരു വിൻ്റർ ആകുമ്പോൾ, കാലിൻ്റെ മുട്ടിന് താഴോട്ടൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരും. അപ്പോൾ അതൊക്കെ എന്തായാലും മാറും. നിങ്ങൾ കുട്ടികളെ ഡെയിലി എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുക. അത് മസ്റ്റാണ്. ചെറുപ്പത്തിലേ തുടങ്ങുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും വലുതാകുമ്പോൾ അവരുടെ സ്കിന്നിന് നല്ല സ്കിന്നും ചീത്ത സ്കിന്നും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ തൊട്ടേ കുഞ്ഞിൻ്റെ സ്കിന്നുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങുക. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ മതി കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. കോട്ടക്കലിൽ നിന്നാണ് ഈ ഒരു ഓയിൽ വാങ്ങിച്ചിട്ടുള്ളത്. 170 രൂപയാണ്, 200 മില്ലിയാണ്. എല്ലാവർക്കും ഇത്രയും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തന്നോളാം. അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.